2 കോടി രൂപയുടെ വണ്ടിയുടെ സർവീസ് കോസ്റ്റാണ് നമ്മളിപ്പോൾ കേട്ടത്. ആദ്യം കേട്ടപ്പോൾ ഞങ്ങൾക്ക് അത്ര വിശ്വസനീയമായിട്ട് തോന്നിയിരുന്നില്ല, പക്ഷേ അതൊരു ഫാക്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഓഡി Q7 വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളൊരു സർപ്രൈസ് കാറും കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ദിസ് ഈസ് അവർ സർപ്രൈസ് BMW i7. അപ്പോൾ ഇലക്ട്രിക് കാർസ് ആണ് ഫ്യൂച്ചർ എന്നെല്ലാവരും പറയാറുണ്ട്. അപ്പം BMW പോലൊരു ബ്രാൻഡ് ഇലക്ട്രിക് കാർസ് ഇറക്കി തുടങ്ങിയപ്പോൾ, കാരണം അന്ന് നേരത്തെ പറഞ്ഞിരുന്നത് ഇലക്ട്രിക് കാർസ് വന്നു കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിൻ്റെ ഒരു ഫണ്ടിലൊക്കെ പ്രശ്നം വരും, IC എഞ്ചിൻസ് കിട്ടുന്ന ഒരു ഡ്രൈവിംഗ് ഫണ്ട് ഇലക്ട്രിക് കാർസിൽ കിട്ടില്ല എന്നൊക്കെ ഉള്ളായിരുന്നു ആദ്യത്തെ ഇലക്ട്രിക് കാർസ് വന്നു തുടങ്ങിയപ്പോൾ ആളുകളുടെ ഒരു ധാരണയും സംസാരമൊക്കെ. പക്ഷേ BMW പോലുള്ളൊരു ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഇലക്ട്രിക് കാർസ് കൊണ്ടുവന്ന് തുടങ്ങിയപ്പം എന്തായാലും അവർ ഡ്രൈവിങ്ങിൽ ഒരു കോംപ്രമൈസും വരുത്താതായിരിക്കും അവരുടെ പുതിയ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിൽ ഏറ്റവും പുതിയതായിട്ട് BMWൻ്റെ ഒരു ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക് കാർ കൊണ്ടാണ് നമ്മൾ തന്നിരിക്കുന്നത്. BMW i7 എന്ന് പറയുന്നത് BMW 7 സീരീസിൻ്റെ ഒരു ഇലക്ട്രിഫൈഡ് വേർഷനാണ് BMW i7 എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ റേഞ്ചോ ഇതിൻ്റെ കാര്യങ്ങളോ ഒന്നും അല്ല ആളുകൾ നോക്കുന്നത് ഇങ്ങനൊരു വാഹനം എടുക്കുമ്പോൾ. മെയിൻലി ആദ്യം തന്നെ അട്രാക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഡിസൈനാണ്. അതിൻ്റെ ആ ഒരു BMWൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ആ ഗ്രില്ലാണ്. ആ ഒരു ഗ്രില്ലിൻ്റെ ഡിസൈൻ, ആ ഒരു വലുപ്പം കൂടി കുറേ ട്രോളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഗ്രില്ല് വലുപ്പം കൂട്ടിയുള്ള. പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിലും BMW അതിനെ അതീവ ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ഗ്രില്ലിനെ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ വരുമ്പോഴത്തെ ആ ഒരു റോഡ് പ്രസൻസ് എന്ന് പറയുന്നത് അതിഭീകരമാണ്. ഫ്രണ്ടിൽ മാത്രമല്ല, സൈഡിലോട്ട് നോക്കിയാലും റിയർ ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇതിൽ ഒന്നുകൂടെ അട്രാക്ട് ചെയ്തത്. കാരണം റോഡിൽ കൂടെ ഒക്കെ ഓടി പോകുമ്പോൾ അതിൻ്റെ റിയർ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫീലാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ 21 ഇഞ്ചസ് അലോയ്സ് ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ ഒരു വീഡിയോ ഒന്നും മതിയാവില്ല. നമ്മൾ യൂസർ എക്സ്പീരിയൻസിനാണ് വന്നിരിക്കുന്നത്, നമ്മുടെ പതിവ് കണ്ടൻറ്റ് തന്നെ. അപ്പം യൂസർ എക്സ്പീരിയൻസിനായിട്ട് ഇതിൻ്റെ ഓണറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങൾക്ക് കണ്ടാൽ എന്തായാലും മനസ്സിലാകും അദ്ദേഹത്തെ. നമ്മുടെ നേരത്തെ ഉള്ള നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ളതാണ്. അപ്പം അദ്ദേഹത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ നമ്മൾ BMW i7ൻ്റെ യൂസർ എത്തിക്കഴിഞ്ഞു. ഡോക്ടർ രാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹായ് സർ. സാറിനെ നമ്മൾ നേരത്തെ ഒരു വേറൊരു വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ BMW 2.4 lakhs കിലോമീറ്റർ ഓടിയതിൻ്റെ എക്സ്പീരിയൻസിലും പോർഷെ കെയ്മാൻ്റെ എക്സ്പീരിയൻസിലും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം സാർ എന്ത് ചെയ്യുന്നു, എന്താണ് ബിസിനസ് എന്നുള്ളതൊന്ന് പ്രേക്ഷകരോടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഒന്നുകൂടെ. ഓക്കെ, ഞങ്ങൾക്ക് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ്. ഓക്കെ. ഫെയർ ഫ്യൂച്ചർ എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഓക്കെ. കേരളത്തിലും ദുബായിലുമാണ് ഓഫീസസ് ഉള്ളത്. കേരളത്തിൽ പല ഭാഗങ്ങളായിട്ട്. കേരളത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ മെയിൻ ഓഫീസ് വരുന്നത് കൊച്ചിയിലാണ്. ഓക്കെ. ദെൻ ട്രിവാൻഡ്രം, തൃശ്ശൂർ, കാലിക്കറ്റ്. ഓക്കെ, അവിടേക്ക് ഓഫീസുണ്ട്. ഓക്കെ. അപ്പം ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടാണോ അതോ വണ്ടിയോടുള്ള ആഗ്രഹങ്ങൾ കൊണ്ടാണോ ഇതുപോലുള്ള എക്സോട്ടിക് കാർസ് അല്ലെങ്കിൽ ലക്ഷറി കാർസിനോട് അതിയായ ആഗ്രഹവും ഇഷ്ടവും കാണുമല്ലോ? രണ്ടും ഒരുമിച്ചാണ്. കാരണം പലപ്പോഴും ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പം അതിന് ഏറ്റവും കംഫർട്ടബിളും സേഫായിട്ടുള്ള വണ്ടികൾ വേണം. പിന്നെ ഈ പറയുന്ന പോലെ ലക്ഷറിയസ് കാറുകളോട് പണ്ട് തൊട്ട് തന്നെ ഒരു ആഗ്രഹമുണ്ട്. അപ്പം പല കാർസ് നമ്മൾ വീഡിയോയിൽ കാണിച്ചു. എങ്കിലും ആദ്യത്തെ ഒരു ലക്ഷറി കാർ ഏതായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രീമിയം ബ്രാൻഡിലെ ഫസ്റ്റ് കാർ ഏതായിരുന്നു? ആദ്യം വരുന്നത് ബെൻസിൻ്റെ C ക്ലാസ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ബെൻസിൻ്റെ E220. ഓക്കെ. പിന്നെ ബെൻസിൻ്റെ E270. മെർസിഡീസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ S320. ഓക്കെ. പിന്നെ BMW 520. അങ്ങനെ പല വണ്ടികൾ വന്നു. ജാഗോർ XJ. ഓക്കെ. ഇപ്പം S ക്ലാസ് S350 ഉണ്ട്. അന്ന് നമ്മൾ കാണിച്ചേ. അതെ. ആ വണ്ടിയുണ്ട്. ദെൻ ഓഡി Q7. ഓക്കെ. പിന്നെ ഇപ്പം BMW i7 പോർഷെ അത് വിട്ടുപോരുത്. അതാണ് എല്ലാവരും ആ വീഡിയോയിൽ എല്ലാവർക്കും അട്രാക്റ്റഡ് ആയിട്ട് കിടന്ന വാഹനം. കാരണം ഒന്ന് കളറ് റെഡ് ആണ്, പിന്നെ പോർഷെയാണ്. അതെ, കേരളത്തിൽ ഏറ്റവും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പോർഷെയുമാണ്. ആണ് അല്ലേ? എത്ര കിലോമീറ്റർ? ഒരു വർഷം ഇപ്പോൾ കഴിയാറായി. ഒരു വർഷം കഴിഞ്ഞു, ഇപ്പോൾ 20,000 കിലോമീറ്റേഴ്സ് ആയി. അതെ. ഓക്കെ. അപ്പം നമ്മൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാം. എങ്കിലും നമ്മൾ വന്നത് ഇതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പം ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ചോദിക്കാം അല്ലേ? ശരി. അപ്പം സാർ, ഏത് വണ്ടിയാണ് അത് അപ്ഗ്രേഡ് പ്ലാൻ ചെയ്തപ്പം ഏതിലോട്ടൊക്കെയാണ് ഓപ്ഷൻസ് പോയത്? ഓപ്ഷൻ ഞങ്ങൾക്ക് ഓൾറെഡി S ക്ലാസ് ഉള്ളതുകൊണ്ട് പിന്നെ ബെൻസിനകത്ത് മേബേ ഉള്ളു. ഓക്കെ. പക്ഷേ അതിപ്പം S ക്ലാസ് ഉപയോഗിക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല. പിന്നെ ഉള്ളത് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് നോക്കിയത് പോർഷയുടെ ടൈക്കാനായിരുന്നു. ഓക്കെ. അത്
ബാക്ക് സീറ്റ് ഇതിൻ്റെ അത്രയും, പിന്നെ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്ക് സീറ്റ് വളരെ കംഫർട്ടബിളായി. കാരണം ഇപ്പം വണ്ടി ഓടിക്കാനായിട്ട് എനിക്ക് സുരേഷുണ്ട്, അപ്പോൾ കൂടുതൽ സമയം ഇപ്പം ബാക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കിയപ്പോൾ ഏറ്റവും സൗകര്യം എസ് ക്ലാസിനോടൊപ്പം നിൽക്കുന്നത് ഇപ്പം മാർക്കറ്റിലുള്ളത് i7 തന്നെയാണ്, 7 സീരീസാണ്. പിന്നെ 7 സീരീസിൽ എന്തായാലും ഇലക്ട്രിക് വണ്ടികൾ ഇറങ്ങിയ സ്ഥിതിക്ക് അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. അപ്പോൾ ഇത് ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോൾ തന്നെ മനസ്സിലായി ദിസ് ഇസ് എൻ എക്സെപ്ഷണൽ ഡ്രൈവിംഗ് മെഷീൻ എന്ന് മനസ്സിലായി. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പോൾ തന്നെ ഓർഡർ കൺഫേം ചെയ്തു. അപ്പം ഇലക്ട്രിക് കാർ ആയിരിക്കും നെക്സ്റ്റ് എന്ന് ഓൾറെഡി ഡിസൈഡ് ചെയ്തിരുന്നു? അങ്ങനെ ഡിസൈഡ് ചെയ്തില്ലായിരുന്നു വാസ്തവത്തിൽ. ഇലക്ട്രിക് കാറുകൾ വന്നപ്പോഴത്തേക്കും ഇവരെല്ലാവരും ഷോറൂമിൽ നിന്ന് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവരാറുണ്ട് ഞങ്ങളുടെ ഓഫീസിൽ. അങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ദെൻ വൈ ഷുഡ് വി വെയിറ്റ് എന്ന് തോന്നി. കാരണം ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വെഹിക്കിൾ വരുമ്പോഴത്തേക്കും നമുക്കത് മേടിക്കാം എന്ന് തന്നെയായിരുന്നു. ടെസ്റ്റ് ഡ്രൈവ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഇൻഹിബിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇലക്ട്രിക് കാറുകളെ കുറിച്ച്. അത് കംപ്ലീറ്റ്ലി അങ്ങ് വൈപ്പോട്ടായി. അപ്പം ഇത്രയും സംസാരിച്ചപ്പോൾ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തത് സുരേഷ് ഏട്ടൻ എന്നുള്ളൊരു കാര്യമായിരിക്കും. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് വന്നിരുന്നു, സുരേഷാണ് ഞങ്ങളുടെ വണ്ടികളുടെ എല്ലാ കമന്റ് വന്നിരുന്നു, ഇവിടത്തെ നമുക്ക് ഡ്രൈവിംഗിൽ ഹെൽപ്പ് ചെയ്യാൻ ആളെ ആവശ്യമുണ്ടെങ്കിൽ പറയണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫൺ രീതിയിൽ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ഓടിക്കാൻ അതുപോലെ ആഗ്രഹം കാണുമല്ലോ ആളുകൾക്ക്. അപ്പം സാർ കൂടുതലും ബാക്കിലിരുന്ന യാത്ര ചെയ്യുന്നത്? കൂടുതലും ബാക്കിലേ ഇരിക്കാറുള്ളൂ, അങ്ങനെ ഇരിക്കാറില്ല. ഓ അത് ശരി. കാരണം എപ്പോഴും ഫോൺസ് വന്നുകൊണ്ടിരിക്കും, കോൾസ് വരും. അപ്പം സുരേഷിനാണെങ്കിലും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്ട്രാക്ഷൻ ആവണ്ട. അപ്പോൾ എനിക്കും സൗകര്യമായിട്ട് ബാക്കിലിരുന്ന് കാണാം. പിന്നെ ഇപ്പോഴത്തെ i7 ബാക്കിലിരിക്കുന്നതാണ് സൗകര്യം. കാരണം ടി വി സ്ക്രീനൊക്കെ, വലിയ ടി വി സ്ക്രീൻ വന്നിരിക്കുന്നതൊക്കെ 31 ഇഞ്ച് അല്ലേ? അതെ. വലിയൊരു ടി വി സ്ക്രീനൊക്കെ അകത്തുണ്ട്. നമുക്ക് അതിലോട്ടൊക്കെ പോവാം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ. അപ്പം അങ്ങനെയാണ് i7ലേക്ക് വന്നത്. വേറെ ഇലക്ട്രിക് ഓപ്ഷൻസ് എന്തൊക്കെയാലും കൊണ്ടുവന്നതിൽ ഇത് വന്നപ്പോഴേ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പോർഷയുടെ ഒരു ടൈക്കാൻ ഇത് രണ്ടും മാത്രമേ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുള്ളൂ. പിന്നെ ഇക്യൂസ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തില്ല, പക്ഷേ ഇക്യൂസിന്റെ ലോഞ്ചിന് വന്ന് അവർ വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി എസ് ക്ലാസ് ഉള്ളതുകൊണ്ട് പിന്നെ ആ സെയിം ഒരു വേരിയന്റ് തന്നെ വേണം എന്ന് വേണ്ടായിരുന്നു. റേഞ്ച് വൈസ് അത് കുറച്ചുകൂടെ കൂടുതലുണ്ട്. റേഞ്ച് വൈസ് എനിക്ക് അതിന്റെ 700+ ഒക്കെയാണ് പറഞ്ഞത്. ഇതിന് 625 ആണ് പറയുന്നത്. പക്ഷേ 625 എന്ന് പറയുന്നത് നമ്മൾ അത്രയും ഒരിക്കലും ഒറ്റ സ്ട്രെച്ചിൽ യൂസ് ചെയ്യില്ലല്ലോ. ഞാൻ പ്രധാനമായിട്ടും ഓഫീസിലേക്ക് വരാനായിട്ടാണ് ഇതിപ്പോൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു ട്രിവാൻഡ്രം ഓഫീസിലേക്ക് പോകാനായിട്ട് ഇതിൽ പോയത്. അപ്പം ആളുകൾക്ക് ഇലക്ട്രിക് കാസിൻ്റെ ഒരു ഇതിൽ കൺസേൺ ആയിട്ട് പറയാറുണ്ട്, ഒത്തിരി ലോങ് ഡ്രൈവ്സ് ഉള്ളവർ അവർ പ്രാക്ടിക്കൽ ആവില്ല ഇലക്ട്രിക് കാസ്, കാരണം വന്ന് ചാർജ് ചെയ്യുന്നു, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ പറയാറുണ്ട്. അതിലെങ്ങനെയാണ് സാർ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു പുതിയ ടെക്നോളജി വരുമ്പോഴും നമ്മളതൊന്ന് യൂസ്ഡ് ആയിട്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും ഇപ്പം ഇതിൻ്റെ ആണെങ്കിൽ ഇലക്ട്രിക് ചാർജിങ് പോയിന്റ്സ് എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോൾ ആപ്സ് എല്ലാം ഉണ്ട്. BMW തന്നെ അത് തന്നിരുന്നു. അല്ലാതെ നമുക്കിപ്പോൾ റെഗുലർലി എവിടേക്കുണ്ടെന്നുള്ളത് കാണാനായിട്ട് ഗൂഗിൾ ആപ്പ് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ചാർജിങ് പോയിന്റ്സും സ്റ്റേഷൻസും ഒക്കെ കിട്ടും. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം ആലപ്പിയിലാണ്. ആലപ്പി തന്നെ എനിക്ക് തോന്നുന്നു 5-6 ചാർജിങ് പോയിന്റ്സ് ഉണ്ട്. പക്ഷേ ഇതൊന്നും ഒന്നും ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ചാർജ് ചെയ്യാനുള്ള ചാർജർ അടക്കമാണ് BMW തരുന്നത്. അപ്പോൾ രാത്രി വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ചാർജറിൽ ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും ഇത് ഫുൾ ചാർജിലായിക്കൊള്ളും. അപ്പോൾ എത്ര അവേഴ്സാണ് എടുക്കാറുള്ളത്? എനിക്ക് തോന്നുന്നു അതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 7 to 8 hours എടുക്കും. അതിൽ ആ ചാർജിങ്ങിൽ. പക്ഷേ അത് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കാരണം ഞങ്ങളുടെ വീട്ടിലുള്ളത് 3 phase കണക്ഷനാണ് KSEBയുടെ. അത് 6 kV ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വണ്ടികൾ ചാർജ് ചെയ്യാനായിട്ട് ഇത് ഹെവി ഡ്യൂട്ടി ബാറ്ററി ഒക്കെ ഉണ്ടായിരിക്കണം. 22 kVയിലേക്ക് അത് കൺവേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അതിനുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ KSEBയിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു സർട്ടിഫൈഡ് ഇലക്ട്രീഷ്യൻ വഴി തന്നെ വേണം ചെയ്യാൻ, ലൈസൻസ് ഉള്ള. അതായത് പ്രീമിയം കാറ്റഗറിയിലുള്ള ഇലക്ട്രിക് കാസിന് ആണെന്ന് തോന്നുന്നു. വേറെ ആരുടെയും ഞാൻ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടില്ല. അപ്പോൾ 22 kVയിലേക്ക് കണക്റ്റഡ് ലോഡ് മാറ്റാനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ KSEBയിൽ കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഒരു 3-4 ദിവസം ഉണ്ടാകും. ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഈ പറഞ്ഞ പോലെ വൈകിട്ട് വന്നാൽ ചാർജിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും ഫുൾ ചാർജ് ആയിക്കൊള്ളും. അപ്പോൾ ഇപ്പോൾ ഓഫീസിലും ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ഡിപ്പെൻഡ് ചെയ്യാറ്? അതെ, ഓഫീസിലും ചാർജിങ് പോയിന്റ് വെച്ചിട്ടില്ല. അതൊക്കെ വെക്കണം. ഉള്ളതുകൊണ്ട് അവിടെയും ഓഫീസിൽ 30 kV ഓൾറെഡി ഉണ്ട്. പിന്നെ അവിടെ പക്ഷേ അത് ഇൻഡസ്ട്രിയൽ കണക്ഷൻ, കമേഴ്ഷ്യൽ കണക്ഷനാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചാർജിങ് പോയിന്റ് വെക്കുന്നതിനെ കുറിച്ചുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ KSEB ആയിട്ട് സംസാരിച്ചിട്ട് വേണം അവിടെ അത് വെക്കാൻ. പ്രൊവിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ
അവിടെ ഒരെണ്ണം വെക്കും. പിന്നെ ഇത് കൂടാതെ ഒരു ടെമ്പററി ചാർജിങ് സോക്കറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ ഹോട്ടലിൽ നിന്നൊക്കെ വേണമെങ്കിൽ ചാർജ് ചെയ്യാണ്ട് സാധാരണ 15 ആംസിൻ്റെ പോയിന്റിൽ നിന്ന് ചാർജ് ചെയ്യാനുള്ളൊരു യൂണിറ്റും കൂടെ തന്നിട്ടുണ്ട്. ഞങ്ങൾ അഡീഷണൽ പൈസ കൊടുത്ത് മേടിച്ചത്. ഓക്കെ. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എമർജൻസി സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാൻ പറ്റും. അതെ, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജി വന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം അതുമായിട്ടൊന്ന് അക്കസ്റ്റംഡ് ആവാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും. പക്ഷേ ഇതിന്റെ എക്കണോമിക് സൈഡും പിന്നെ ഇതിന്റെ പൊല്യൂഷൻ ഇല്ല, അങ്ങനെയുള്ള ഒരുപാട് പ്ലസ് പോയിന്റ്സ് നോക്കുമ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും ഒരു പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ. അപ്പം ലോങ് പോകുമ്പം ഈ പറഞ്ഞ കോഴിക്കോടും ട്രിവാൻഡ്രം ഒക്കെ പോകുമ്പോൾ അത് സിംഗിൾ ചാർജിൽ തന്നെ ഒരു ഡ്രൈവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ? അതോ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. പക്ഷേ ഫുൾ ചാർജിലാണെങ്കിൽ ഒബിയസ്ലി തീർച്ചയായിട്ടും നമുക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും ഇടയ്ക്ക് ചാർജ് ചെയ്യേണ്ടി വരില്ലല്ലോ. ഓക്കെ. കാരണം ഇപ്പം എറണാകുളം ട്രിവാൻഡ്രം പോയി അപ്പ് ആൻഡ് ഡൗൺ വന്നാൽ തന്നെ ഒരു 250 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 300 കിലോമീറ്റേഴ്സ് മാക്സിമം. അതിനുള്ളിൽ വേറെ നമുക്ക് മറ്റ് പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. ഇനി അഥവാ അതല്ല നമ്മൾ അവിടെ ചെന്നിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഒന്ന് ഡീവിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ലോക്കലായിട്ടുള്ള സർവീസ് പോയിന്റ്സുകൾ നമുക്കറിയാം. BMW ട്രിവാൻഡ്രം ഷോറൂമിൽ അതിൻ്റെ സർവീസ് ചാർജിങ് പോയിന്റ് ഉണ്ട്. പിന്നെ അല്ലാതെയും തന്നെ ധാരാളം കമ്പനികൾ ഇപ്പോൾ പ്രൈവറ്റ് കമ്പനീസ് ചാർജിങ് പോയിന്റ്സ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. KSEBയുടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും എവിടെയാണ് തൊട്ടടുത്തുള്ള ചാർജിങ് സ്റ്റേഷൻസ്. അതൊരു പ്രശ്നമായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നമുക്കുള്ള ഗുണങ്ങൾ നോക്കുമ്പോൾ ഇതൊരു പ്രശ്നമല്ല. അതിനെ ബാലൻസ് ചെയ്യാൻ ഇത് തന്നെ മുകളിൽ നിൽക്കും. ഗുണങ്ങൾ നമ്മളത് പ്ലാൻ ചെയ്യണം നേരത്തെ. നമ്മളൊരു ഹറിബറിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ സ്പെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ട് വരാറുള്ളൂ. അതർവൈസ് നമുക്ക് നേരത്തെ മുൻകൂട്ടി എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മുടെ ട്രാവൽ ഇറ്റിനറിയൊക്കെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂ വരാൻ വഴിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു പുതിയ ടെക്നോളജി അല്ലേ. അപ്പം നമ്മൾ അതൊന്ന് പരിചയിച്ച് വരാനും അതുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രയാസം വരാൻ സാധ്യതയില്ല. ഒരുപാട് ഇലക്ട്രിക് വണ്ടികൾ ഇറങ്ങുന്നുണ്ടല്ലോ ഇപ്പോൾ. അതെ, ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ റോഡിൽ പോകുമ്പം ഒരു 100 വണ്ടി എണ്ണി കഴിഞ്ഞാൽ അതിലൊരു 10 ഇലക്ട്രിക് കാർസാണ്. 10 അല്ല, അതിൽ കൂടുതലാണെങ്കിലേ ഉള്ളൂ. ഇത്രയും പെട്ടെന്നല്ലേ, പെട്ടെന്ന് ഇത്രയും കുറച്ച് വർഷങ്ങൾ 2-3-4 വർഷങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് വന്നത്. അതെ, ആൾക്കാർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ടാറ്റ പോലൊരു ബ്രാൻഡ് കുറേ നല്ല വണ്ടികൾ കൊണ്ടുവന്നു. സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ അത് കൊണ്ടുവന്നു. ഉണ്ടായി. അതെ, ഹ്യുണ്ടായിയുടെ വന്നിരുന്നു. അതിന്റെ ഒരു ഐനിക് 5 ഒക്കെ ഉണ്ട്. നോക്കിയായിരുന്നു അതൊക്കെ? ജസ്റ്റ് ഇല്ല, അങ്ങോട്ട് നോക്കിയില്ല. Kia EV6 അതൊക്കെ എന്തെങ്കിലും എടുക്കണം തോന്നിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എടുക്കുന്നതിന് മുന്നേ? അങ്ങോട്ട് കണ്ടുപോയിരുന്നു. മിക്കവാറും ഇങ്ങനെയുള്ള വണ്ടികളാണ് എടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ ആ ഒരു റേഞ്ചിലേക്ക് പോയില്ല. നോക്കിയില്ല. ഈ സെഗ്മെന്റിൽ തന്നെയുള്ള വണ്ടികൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇനിയും റേഞ്ചിനെ പറ്റിയുള്ള സംശയങ്ങൾ. 630 കിലോമീറ്റേഴ്സ് റേഞ്ച് പറയുന്നുണ്ട്. അപ്പം എത്രയാണ് കിട്ടാറുള്ളത്? ആക്ച്വൽ അത് തന്നെ കിട്ടുമോ? ഓൾമോസ്റ്റ് അത് തന്നെ കിട്ടുന്നുണ്ട്. പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ടെസ്റ്റ് നോക്കിയിട്ടില്ല. എങ്കിലും ഇപ്പം ചാർജ് ചെയ്തിട്ട് കിട്ടുന്ന റണ്ണിങ് കിലോമീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് അതൊക്കെ തന്നെയാണ് കിട്ടുന്നുണ്ട്. കാരണം ഒത്തിരി ഇലക്ട്രിക് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പം ഡോർ ഓപ്പൺ ആകുന്നത് വരെ ഒരു ബട്ടണിലാണ്. അപ്പം ധാരാളം ഇലക്ട്രിക് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ റേഞ്ച് കൂടുതൽ, ഇപ്പം AC കൺസ്യൂം അല്ലെങ്കിൽ TV ഒരു 31 ഇഞ്ച് TV വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൺസ്യൂം ചെയ്യുമ്പോൾ റേഞ്ചിൽ വ്യത്യാസം വരാറുണ്ടോ? ക്യാമറ ഓൺ ആയി, സർവൈലൻസ് ഓൺ ആണ്. അതുണ്ട്. ഓക്കെ. അപ്പോൾ അതെല്ലാം വെക്കുമ്പോൾ റേഞ്ചിൽ എന്തെങ്കിലും വ്യത്യാസം, മീൻസ് എക്സ്ട്രാ ആയിട്ട് ചെയ്യുമ്പോൾ ഇതുവരെ അങ്ങനെ നോട്ടീസബിൾ ആയിട്ടുള്ളത് കണ്ടിട്ടില്ല. പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. ഞാൻ ചോദിച്ചതിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഓക്കെ. അപ്പം റേഞ്ചിൻ്റെ കാര്യം അതാണ്. പിന്നെ ഇതിൻ്റെ സർവീസ് ചെക്കപ്സിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടില്ലേ? 15,000 കിലോമീറ്റേഴ്സ് ആകുമ്പോഴത്തേക്കാണ് ഫസ്റ്റ് സർവീസ് വരുന്നത്. ഫസ്റ്റ് സർവീസിൻ്റെ കോസ്റ്റ് വരുന്നത് 1,500 രൂപയാണ്. കാരണം ഇതിനകത്ത് ഓയിൽ ചേഞ്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, എഞ്ചിൻ എന്ന് പറയുന്നില്ലല്ലോ, മോട്ടറാണല്ലോ. ആകെ അവർ പറയുന്നത് 15,000 ആകുമ്പോഴത്തേക്കും ഒന്ന് സ്കാൻ ചെയ്യണം. സ്കാനിങ്ങിൻ്റെ കോസ്റ്റ്. പിന്നെ ചിലപ്പോൾ ബ്രേക്ക് പാഡ് വല്ലതും, പക്ഷേ ബ്രേക്ക് പാഡൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആപ്പ് നമ്മളുടെ ഫോണിലേക്ക് അവർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ട്. അതിനകത്തെല്ലാം തന്നെ ഫോണിൽ കാണാൻ പറ്റും. സിസ്റ്റത്തിലും കാണത്തില്ലേ? സിസ്റ്റത്തിലും കാണും. അപ്പം ബ്രേക്ക് പാഡ്സ് ഒക്കെ എനിക്ക് തോന്നുന്നത് ഒരു 30,000 40,000 ഒക്കെ ആകുമ്പോൾ അറിയാൻ മതിയായിരിക്കും. അത് 7 സീരീസിൻ്റെ സാധാരണ ബ്രേക്ക്. പിന്നെ ഇത് M-Kit ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാലിപ്പറൊക്കെ അതിൻ്റെ ടൈപ്പാണ്. എടുത്ത് കാണാനായിട്ടുണ്ടല്ലോ അതൊക്കെ. അതെ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് മാത്രമേ പിന്നെ വരാൻ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന് വരുന്ന മെയിൻ്റനൻസ് എന്ന് പറയുന്നത് സർവീസിൻ്റെ ഈ കോസ്റ്റ് കൂടാതെ പിന്നെ ടയറിൻ്റെയും ബ്രേക്ക് പാഡിൻ്റെയും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ടയർ നോക്കിക്കഴിഞ്ഞാൽ 21 ഇഞ്ച് ടയേഴ്സ് ആണ്. RFT ആണ്. RFTയോട്
താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്ന RFT തന്നെ കൊണ്ട് നടക്കുന്നതായിരിക്കും നല്ലത്. സേഫ്റ്റിയുടെ കാര്യം. കാരണം വെച്ചാൽ ഇത് വളരെ പെട്ടെന്ന് ആക്സലറേഷനും കാര്യങ്ങളൊക്കെ വരും. ഒരു വിത്തിൻ 3-4 സെക്കൻഡ്സ് കൊണ്ട് 140 ഒക്കെ എത്തുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റിയുടെ ഒരു ആസ്പെക്റ്റിൽ കമ്പനി റെക്കമെൻഡ് ചെയ്ത് RFT. പിന്നെ അത് എക്സ്ട്രീംലി കംഫർട്ടബിൾ ആണ്, എയർ സസ്പെൻഷൻ ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ അതിനേക്കാളും കൂടുതൽ കംഫർട്ട് കിട്ടാനായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് മാറ്റിയിട്ട് അങ്ങനെ പോകുന്നതിനേക്കാളും നല്ലത് ഇത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ സസ്പെൻഷൻ നല്ല എയർ സസ്പെൻഷൻ ആണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലൈഫിന് ഒരു പക്ഷേ നല്ലത് RFT തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത്ര സ്പീഡ് എടുക്കുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് നമ്മൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാതിരിക്കുക എന്നുള്ളതായിരിക്കും നല്ലത്. അതെ. ഓക്കെ. അപ്പം 2 കോടി രൂപയുടെ വണ്ടിയുടെ സർവീസ് കോസ്റ്റാണ് നമ്മളിപ്പോൾ കേട്ടത് 1500 രൂപ അല്ലേ? അതെ. ആദ്യം കേട്ടപ്പോൾ ഞങ്ങൾക്ക് അത്ര വിശ്വസനീയമായിട്ട് തോന്നിയിരുന്നില്ല. പക്ഷേ അതൊരു ഫാക്ട് തന്നെയാണ്. മാർക്കറ്റിംഗ് ടൂളൊന്നും അല്ലല്ലേ? കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്ന് മാറ്റാം. അപ്പം ടയേഴ്സിന്റെ നമ്മൾ പറഞ്ഞത് 21 ഇഞ്ച് ടയേഴ്സ് ആണ് ടയർ സൈസ് വരുന്നത്. അപ്പം അതിന് ബാക്കിൽ 280. അതെ. ഫ്രണ്ട് എനിക്കൊന്ന് 245 ആണ്. 45. ഓക്കെ. അപ്പം അതിനൊക്കെ നല്ല അതിനൊക്കെ കോസ്റ്റ് ഉണ്ടാവും. അതിപ്പോൾ ഞങ്ങളുടെ ജാഗ്വാറിൻ്റെയും 285 ആണ് ബാക്ക് ടയർ എന്ന് പറയുന്നത്. ഒരു ടയറിന് ഏകദേശം 50,000 അടുത്ത് കോസ്റ്റ് വരുന്ന ടയറാണ് അത്. അതെ. നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കണേ. കമ്പനി നിന്നാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് 70,000 മറ്റോ ഒരു ടയറിന് അത്രയാവും. അതെ. ഇതിപ്പോൾ പിരലിയുടെ ടയേഴ്സ് ആണ്. പിറേലിയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ. സ്പെയർ ടയേഴ്സ് മിനി ടയറാണ്. ടയറാണ്. ഓൾറെഡി ഇതിനോട് അവർ തന്നിട്ടുണ്ട്. ഞങ്ങളുടെ മറ്റേ BMW ഞങ്ങൾ അഡീഷണൽ ആയിട്ട് മേടിക്കുമായിരുന്നു. ഇതിന് പക്ഷേ അത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ശരി. അതെ. ഓക്കെ. അപ്പം അതാണ് ഇതിൻ്റെ കാര്യം. പിന്നെ പ്രൈസ് നമ്മൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും എത്രയായി ഓൺ റോഡ് പ്രൈസ്? ഓൺ റോഡ് വന്നപ്പോൾ 2.3 2 കോടി 30 ലക്ഷം. ഓ, അത്രയും. അതെ. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇറങ്ങിയപ്പോൾ 2023 ഈ വണ്ടി വന്നത്. പക്ഷേ ഇത് XM60 എന്ന് പറയുന്ന M കിറ്റാണ്. ഇതിന് കുറച്ച് എനിക്കൊന്ന് പ്രൈസ് കൂടുതലാണ്. M കിറ്റ് ഉള്ളതുകൊണ്ട് M സ്പോർട്ടിൻ്റെ ബാഡ്ജിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. സ്റ്റിയറിംഗും എല്ലാം കോസ്റ്റ്ലി സ്റ്റിയറിംഗ് ആണ്. എല്ലായിടത്തും M കിറ്റ് അത് വരുന്നുണ്ട്. M ബാഡ്ജ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും അതിന് കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ ലോഗോ. അതെ. ലോഗോ മറ്റേ ആനിവേഴ്സറി എഡിഷൻ റെഡ് കോംബോ വരുന്നതൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ആണെന്നുള്ളതിൻ്റെ ആണ് ഈ ഒരു ബ്ലൂ റിങ് ഔട്ടറിലുള്ളത്. അത് പുതിയ ഡിസൈൻ പറയുന്നത്. പുതിയ ഡിസൈൻ ആണ് BMWൻ്റെ. ഇലക്ട്രിക് കാർസിന് മാത്രമാണ് ആ ബ്ലൂ റിംഗ് എന്ന് അവർ കൊടുക്കുന്നത്. ശരിയാണെന്ന് ഞാനും വെരിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ. പിന്നെ ബാക്കി ഗ്രിൽ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എന്ത് അട്രാക്ട് ചെയ്ത് എന്താണ്? വണ്ടി കണ്ടപ്പം ഇതിന്റെ ഫ്രണ്ട് ആണോ അതോ റിയർ ആണോ, ഏതാണ് അട്രാക്ട് ചെയ്തത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ഒരു വല്ലാത്ത ലുക്ക് തന്നെയാണ്. കാരണം ഞങ്ങളിത് ഫസ്റ്റ് കണ്ടത് ദുബായ് വെച്ചാണ്. ദുബായിൽ ഒരു അറബ് ഒരാൾ ഓടിച്ചുകൊണ്ട് പോകുന്ന കണ്ടപ്പോൾ തന്നെ നമ്മൾ ഫാക്സിനേഷൻ ഉണ്ടായി. കാരണം അതിൻ്റെ അക്കോണിക് ഗ്ലോയും അതും എല്ലാം കൂടെ വന്നപ്പോഴേക്കും അത്രയും കാറുകളുള്ള സ്ഥലത്ത് ഈ BMW വരവ് ഒരു രാജകീയമായൊരു വരവായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇന്ത്യയിൽ എപ്പോൾ ഇത് വരുന്നുള്ളത്. റോൾസ് റോയ്സിനെ വെച്ചിട്ട് അതിൻ്റെ ഒരു ഡിസൈൻ വെച്ചിട്ട് പറയാറുണ്ടല്ലോ. ആ ഡിസൈൻ കോൺസെപ്റ്റിൽ കുറേ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ സെയിം ചേസിസ് ആണെന്ന് പറയുന്നു. ഇതിനും റോൾസ് റോയ്സ് ഗോസ്റ്റിൻ്റെ സെയിം ഓണേഴ്സ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ സെയിം ലെങ്ത്തും മറ്റു കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള 7 സീരീസും ഇതും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട്. അതെ. പിന്നെ ഈ സെയിം ഡിസൈൻ തന്നെ അവരുടെ പെട്രോൾ എഞ്ചിനും ഉണ്ട്. പക്ഷേ പെട്രോൾ എഞ്ചിനും ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലായത്. പിന്നെ ഇതിൻ്റെ സൈസ്, ആ ഒരു പുതിയ ഡിസൈനിൽ ആ സൈസും ആ ലെങ്ത്തും ടെയിൽ ലാമ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം. അതെ. അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതിലെ ഏത് ഭാഗമാണ് നമ്മളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നുള്ളത് പറയാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഈക്വലി ഇൻവോൾവ് ആണ്. ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും റോഡ് പ്രസൻസ് ആണെങ്കിലും ഫ്രണ്ടിലെ ഗ്രില്ലിൻ്റെ ആ ഒരു ഷേപ്പും അതിൻ്റെ ഭംഗിയും ലെങ്തും അകത്തുള്ള കംഫർട്ടും ഫീച്ചേഴ്സും എല്ലാം തന്നെ. കാരണം നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ ആളുകൾ നോക്കുന്നത് കണ്ടിരുന്നു. ഇപ്പം സ്കൂൾ വിട്ട സമയമായിരുന്നു. അപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ എന്തോ ഇറങ്ങാൻ പോകുന്ന വണ്ടിയാണോ അതോ ഇത് ലോഞ്ച് ആയോ, മീൻസ് ഒരു ക്യൂരിയോസിറ്റി ആണ് ആളുകൾ. ഇത് ഏത് വണ്ടി? കാരണം അധികം അങ്ങനെ ഇല്ലല്ലോ കൊച്ചിയിൽ തന്നെ. കൊച്ചിയിൽ എനിക്കൊന്നും ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ വണ്ടികളൊന്നും ഞാൻ ഉപയോഗിക്കുന്നവരുടെ കണ്ടില്ല അല്ലേ? തൃശ്ശൂരും കോട്ടയത്തും ഓരോരുത്തർ വീതം എടുത്തും ഇങ്ങനെ ഡീലർഷിപ്പിൽ അവർ പറയുന്നത്. പക്ഷേ എറണാകുളത്ത് ആരുടെയും കണ്ടില്ല. ഓക്കെ. ഭയങ്കര റയറാണ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇത് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്റീരിയറിലോട്ട് കയറി അകത്തെ ഫീച്ചേഴ്സ് ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാം. എല്ലാം അല്ല, കുറച്ച്. ശരി. ഓക്കെ. അപ്പം നമ്മൾ ഇന്റീരിയറിലോട്ട് കയറുകയാണ്. വാവ്, ആ ഒരു ഫിനിഷ് കണ്ടില്ലേ? അപ്പം നമുക്ക് ഡോറ് ക്ലോസ് ചെയ്യാൻ പിടിച്ച് അടയ്ക്കൊന്നും വേണ്ട. ജസ്റ്റ് അവിടെ നിന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ്സല്ല, ടച്ച് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് ക്ലോസ് ആയിക്കോളും. അത് മാത്രമല്ല ഡ്രൈവർ സൈഡിലെ ഡോറ് ക്ലോസ് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അല്ലേ? ബ്രേക്കിൽ കാല് കൊടുത്താൽ മതി. ബ്രേക്കിൽ കാല് കൊടുത്താൽ മാത്രം മതിയാവും. വാവ്,
അതായത് വണ്ടിയിൽ കയറുമ്പോൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അത് തന്നെ ചെയ്തോളും. അതെ അതെ അല്ലേ? അതെ. ഓക്കെ. ഇപ്പം വണ്ടിയിൽ കയറിയപ്പോൾ ആകെ കേൾക്കാനുള്ളത് എ സിയുടെ നോയ്സ് മാത്രമാണ്. അതെ അതെ. എ സി കുറച്ച് നോയ്സി ആണോ? അത് നമുക്ക് കുറയ്ക്കാം. എല്ലാം ടച്ച് കൺട്രോൾസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. അതങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ അല്ലേ? എല്ലാം സ്റ്റാർട്ടായെന്ന് ഡ്രൈവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ഓക്കെ. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം പറയുന്നത്. ഇതെല്ലാം തന്നെ സ്വറോസ്കി ക്രിസ്റ്റൽസ് ആണ്. ഇതെല്ലാം തന്നെ സ്വറോസ്കി ക്രിസ്റ്റൽസ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. സ്വറോസ്കി ഞാൻ ഒരു വെൽ ബ്രാൻഡ് ഉണ്ടല്ലോ, അവരുമായിട്ട് ഇവരുടെ എഗ്രിമെന്റ്സ് ആണ് സ്വറോസ്കി ക്രിസ്റ്റൽസ് ഇതിൽ യൂസ് ചെയ്യാനും അവരുടെ നോബ്സ് എല്ലാം അവരുടെ പ്രൊമോഷൻസിനകത്ത് അത് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് മറ്റേ നമ്മുടെ ഹെഡ്ലൈറ്റ്സിലും സ്വറോസ്കി ക്രിസ്റ്റൽസ് ആണ്. ഹെഡ്ലൈറ്റ്സിലല്ല, DRL-ലും ക്രിസ്റ്റൽസ് ആണ് വന്നിരിക്കുന്നത്. അതെ. ഓക്കെ. സ്വറോസ്കിയുടെ ക്രിസ്റ്റൽസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നീട് കയറിയപ്പോഴേ ഗ്രീൻ തീമാണ് ആംബിയൻ ലൈറ്റ് ഇട്ടിരിക്കുന്നത്. അതാണ് ഇഷ്ടം. ഗ്രീനാണ് കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിട്ട്. ഇലക്ട്രിക് കാർ അല്ലേ, അപ്പൊ ഗ്രീൻ ആയിക്കോട്ടെ അല്ലേ? ഓക്കെ. പിന്നെ ഇതിന്റെ ക്യാമറയുടെ ക്വാളിറ്റി ഒക്കെ കണ്ട നമ്മളിപ്പോൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ 360 ക്യാമറ ഓൺ ആയിട്ട് കിടക്കുകയാണ്. ആ ഒരു 4K ഡിസ്പ്ലേ ക്വാളിറ്റിയോട് കൂടിയാണ് നമുക്ക് ആ ഒരു ക്യാമറയുടെ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത്. എങ്ങനെ ക്വാളിറ്റി ആണല്ലോ. ക്യാമറയും ഉണ്ട് 360 ക്യാമറയിൽ. ഓക്കെ. കംപ്ലീറ്റ് വണ്ടിയുടെ സൈഡിൽ നടക്കുന്നതും എല്ലാം കാണാം. ഓക്കെ. ഓക്കെ. അപ്പം നമുക്ക് BMW-ൻ്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. ഓക്കെ. ഇപ്പം അധികവും സാറ് ഓടിക്കാറില്ല, ബാക്കിലാണ് ഇരിക്കുന്നത്. എങ്കിലും ഇതിന്റെ ഫീച്ചേഴ്സ് കുറെ നോട്ട് ചെയ്ത് കാണുമല്ലോ. ഇതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു തരുവാണെങ്കിൽ നേരത്തെ നെഫ് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞാൽ തീരാത്ത അത്രയും 2-3 ദിവസം വേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഓരോ സീറ്റിന്റെയും സീറ്റ് വെന്റിലേഷൻസ് ഉണ്ട്, അതുപോലെ AC-യുടെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഡിസ്പ്ലേയിലാണ് വരുന്നത്. എല്ലാം ഡിസ്പ്ലേ വഴി തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതെ അതെ. അതൊരു കാര്യമാണ്. സീറ്റ് എങ്ങനെയുണ്ട് പൊതുവെ? മീൻസ് യാത്ര ചെയ്യാനും അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാനും ഏതിലായിരിക്കും കൂടുതൽ കംഫർട്ട് തോന്നിയത്? എക്സ്ട്രീംലി കംഫർട്ടബിൾ ആണ്. എല്ലാ സീറ്റും, ഫ്രണ്ടിലെ 2 സീറ്റും ബാക്കിലെ 2 സീറ്റും, എല്ലാ സീറ്റുകൾക്കും ഈ പറയുന്ന പോലെ തന്നെ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ്. ഓക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിക്ലൈനിങ് സീറ്റ്സ് ആണ് ബാക്കിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ആ ഫീച്ചേഴ്സ് എല്ലാം നമുക്കൊരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജേർണി തരുന്ന പോലെ തന്നെയാണ്. ഓക്കെ. അതുപോലെ AC ഇതിൻ്റെ കൂളിങ്ങിൻ്റെ കാര്യമോ പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, കാരണം അതെല്ലാം എക്സ്ട്രാ ഓർഡിനറി തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുന്നത് തന്നെ ചിലപ്പോൾ ഇവർക്ക് ഇൻസൾട്ട് ആകും ഒരു ഫീലാണ് അല്ലേ? അതെ അതെ. എങ്ങനെയുണ്ടെന്ന് അത്രയും റിഫൈൻഡ് ആയിട്ടുള്ളൊരു ടെക്നോളജിയും ഫീച്ചേഴ്സും അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുകയാണല്ലോ അതിനകത്ത്. ഇപ്പം ഇതുപോലുള്ള പ്രീമിയം കാസിൽ നിന്ന് 1-2 ഫീച്ചേഴ്സ് എടുത്തിട്ടാണ് ഇപ്പം ഉള്ള നമ്മുടെ ഒരു 20-30 lakhs ബഡ്ജറ്റ്സ് നോക്കിക്കഴിഞ്ഞാലും കുറേ ഫീച്ചറാണല്ലോ സെല്ല് ചെയ്യുന്നത് ഇപ്പം എല്ലാ ബ്രാൻഡ്സും. അപ്പം ഇതുപോലുള്ള ബ്രാൻഡ്സിൻ്റെ നിന്നാണ് എടുക്കുന്നത്, കോപ്പി ചെയ്യുന്നത്. പക്ഷേ ആ എല്ലാ ഫീച്ചേഴ്സും ഉള്ള വാഹനങ്ങളാണ് ഇതൊക്കെ അല്ലേ? ഇപ്പം 24 hours പാർക്കിംഗ് സർവൈലൻസ് ആണ് ഇതിനുള്ളത്. ഡാഷ് ക്യാം 24 hours റെക്കോർഡിംഗ് ആണ്. അത് നമുക്ക് ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വണ്ടി എവിടെ വേണമെങ്കിലും ഇട്ടിട്ട് പോവാം. എവിടെ ആണെങ്കിലും വണ്ടിയുടെ ചുറ്റിന് എന്ത് നടക്കുന്നു എന്ന് ജസ്റ്റ് ഫോണിൽ നമ്മുടെ മൊബൈലിൽ കണ്ടോണ്ടിരിക്കാം. ഓക്കെ. പിന്നെ അതല്ലാതെ എന്തെങ്കിലും കസ്റ്റമൈസേഷൻ വണ്ടി എടുത്ത സമയത്ത് ചെയ്തിരുന്നോ? നമ്മൾ ഇതിന്റെ സീറ്റ്സിന്റെ കളർ സെലക്ട് ചെയ്തിരുന്നു. പിന്നെ എംബാഡ്ജിങ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. പിന്നെ ഡ്യുവൽ ടോൺ ആണ്. ഡ്യുവൽ ടോൺ നമ്മൾ സെലക്ട് ചെയ്തതായിരുന്നു. പുതിയൊരു കളർ കോമ്പിനേഷൻ ആണ് ഇപ്പോഴത്തെ വരുന്നത് അല്ലേ? ഒന്ന് അട്രാക്ട് ചെയ്യും. കുറേ വർഷങ്ങൾ ഒരേ ഡിസൈൻ അല്ല ഒരേ ഒരു കളർ ഇതിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഇപ്പം BMWs കൊണ്ടുവരുന്നത് ഒരു പുതിയ വെറൈറ്റി ഓഫ് കളർ കോമ്പിനേഷൻസ് ആണ് ഡ്യുവൽ ടോൺസിലും കൊണ്ടുവരുന്നത്. അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. പിന്നെ വേറെന്താണ് ഇതിന്റെ ഇന്റീരിയറിൽ അട്രാക്ട് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ്? ഇതിന്റെ സ്റ്റിയറിംഗ് ആ ഒരു സ്പോർട്സ് കാറിന്റെ യൂസ് ചെയ്യുന്ന റെഗുലർ കൺവെൻഷണൽ ടൈപ്പ് ഒരു സർക്കുലർ ടൈപ്പ് മാറിയിട്ട് ഇങ്ങനെയുള്ള ബോട്ടംസ് ആണ് വന്നിരിക്കുന്നത്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽസ് ആണ് വന്നിരിക്കുന്നത്. അതില് ക്രൂസ് കൺട്രോളും കാര്യങ്ങളും ഒക്കെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ റോഡിൽ ഇപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഞങ്ങൾ ശരിക്കും വണ്ടി കയറിയിരിക്കുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു, അല്ലാതെ മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല. കുഴപ്പമില്ല. ഒരു 2-3 വർഷം കഴിയുമ്പോൾ നമ്മുടെ എലിവേറ്റഡ് ഹൈവേ ഒക്കെ റെഡി ആയി കഴിയുമ്പോൾ ഇതിന്റെ മാക്സിമം അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സാറ് കൊച്ചി ടു ആലപ്പി മിക്കവാറും ഡെയിലി ഡ്രൈവ് ചെയ്യുന്നതാണ്, ഡെയിലി പോകുന്നതാണ്. അപ്പം ആ റോഡിൽ എന്തായാലും അതിന്റെ ഫുൾ പവർ എടുക്കാൻ പറ്റില്ല, എങ്കിലും കുറേയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും പറ്റും. ഇപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞങ്ങൾക്ക്
ട്രിവാൻഡ്രത്ത് കൊച്ചിയിൽ നിന്ന് പോയിട്ട് കൊച്ചി നല്ല ആലപ്പിയിൽ നിന്നാണ് പോയത്. എനിക്ക് തോന്നേണ്ട ഒരു 3 hours താഴെ എടുത്തിട്ടുള്ളൂ അവിടെ എത്താനായിട്ട്. എൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയായിരുന്നു. അതിനകത്തൊരു അരമണിക്കൂർ കൂടെ ചേർത്തിട്ടാണെങ്കിലും അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും സമയം എന്നുവെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്ലോ ആവുകയാണെങ്കിലും ഇമ്മീഡിയറ്റ്ലി ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ഒരു 100 kilometers ഇത് എത്തുന്നുണ്ട്. 140 ഒക്കെ എത്തുന്നുണ്ടായിരുന്നു ഈസി ആയിട്ട്. പക്ഷെ നമ്മുടെ റോഡിൽ ഈ സ്പീഡ് ക്യാമറാസും ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമല്ല നമ്മൾ അങ്ങനെ ഒരു സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ. നല്ല തിരക്കുള്ള റോഡുകളാണ്. പക്ഷെ പെട്ടെന്ന് അത് ഒരു ക്വിക്ക് ആക്സിലറേഷൻ ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്ലോ ആവുന്ന ആ ടൈം നമുക്ക് വളരെ പെട്ടെന്ന് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളൊരു ഓവർ സ്പീഡിൽ ഒരിക്കലും പോയുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവിടെ എത്തി. കാരണം ടേണിംഗ് എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ബാക്ക് വീലും നമ്മൾ സ്റ്റിയറിംഗ് ചെയ്തിരിക്കുന്ന അനുസരിച്ച് ടേൺ ചെയ്യുന്ന ടൈപ്പാണ്. അതെ. അപ്പോൾ വളവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിൽ കാല് കൊടുക്കണ്ട, അല്ലാതെ തന്നെ പെട്ടെന്ന് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ടെറൈൻ എല്ലാം വരുമ്പോൾ അതെല്ലാം ഓട്ടോമാറ്റിക്കലി എനിക്കൊന്ന് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. അതുകൊണ്ട് വളരെ എഫർട്ട്ലെസ് ആയിട്ടായിരുന്നു ഡ്രൈവിംഗ്. സുരേഷിന് ഇപ്പൊ എല്ലാ ദിവസവും ഇത് കൊണ്ടുപോയാൽ മതി എന്നുള്ളൊരു ആഗ്രഹമാണ്. അതെ അതെ, മറ്റുള്ള വണ്ടികളെക്കാട്ടി ഇതാണ് ഡ്രൈവിംഗ് കംഫർട്ട്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടത്. ഇത് ശരിക്കും ഷെയർ ഡ്രൈവിംഗ് പ്ലഷർ എന്ന് ഇവര് BMW-ന്റെ ആ ഒരു പരസ്യവാചകത്തിൽ പറയുന്നത് അബ്സല്യൂട്ട്ലി നമുക്കത് ഇതിനകത്ത് അറിയാൻ പറ്റും. പണ്ട് പറയുമായിരുന്നു ഡ്രൈവിംഗ് പ്രഷർ വേണമെങ്കിൽ BMW എടുക്കണം, യാത്രാസുഖം വേണമെങ്കിൽ മെഴ്സിഡീസ് S ക്ലാസോ അല്ലെങ്കിൽ റോൾസ് റോയ്സ് അങ്ങനെയൊക്കെ നോക്കണം. പക്ഷേ ഇത് രണ്ടും ഇതിലുണ്ട്. രണ്ടും ഇതിനകത്ത് ഈക്വലി അത് അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കാര്യമാണുള്ളത്. അപ്പം നമ്മൾ മുമ്പേ സ്പീഡിൻ്റെ കാര്യം പറഞ്ഞത്, ഇപ്പോൾ ഓരോ തവണ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോഴും ഒരു 2 സെക്കൻഡേ നമ്മൾ ലാഭിക്കുന്നുള്ളൂ. പക്ഷെ ഒരു കിലോമീറ്റർ തന്നെ നമ്മൾ 2-3-5 കിലോമീറ്റർ എനിക്ക് തോന്നുന്നൊരു ഹാർഡ്ലി ഒരു 200 meters എടുത്തതിനുള്ളിൽ തന്നെ 100 kilometersലേക്ക് ഇത് എത്തിക്കഴിഞ്ഞു. എന്നുവെച്ചാൽ ആ ഒരു ബ്രേക്കിംഗ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളതാണല്ലോ. ഒരു വണ്ടി അല്ലെങ്കിൽ ഒരാൾ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യും. പിന്നീട് ആ സ്പീഡ് ഗെയിൻ ചെയ്ത് വരുമ്പോൾ കുറേ സമയം എടുക്കും. ആ സമയം ഇതിൽ എടുക്കുന്നില്ല, ഒട്ടും എടുക്കുന്നില്ല. ആ സമയമാണ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറേ മിനിറ്റ്സ് എക്സ്ട്രാ നമുക്ക് ലാഭിക്കാൻ പറ്റുന്നത് അല്ലേ. ഓക്കെ, അതാണ് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അഡാസ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് അതെല്ലാം ഉണ്ട്. ഇപ്പോൾ പെഡസ്ട്രിയൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഹമ്പ് വന്നാൽ പോലും ഓട്ടോമാറ്റിക്കലി വണ്ടി അത് സെൻസ് ചെയ്തിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ഒരു പിന്നെ ലൈൻ അതെ അതെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നന്നായി വളരെ ശ്രദ്ധിച്ച് വണ്ടി ഉപയോഗിക്കണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ശ്രദ്ധ ഏതെങ്കിലും ഒരു സമയത്തൊന്ന് കുറഞ്ഞു പോവുകയെല്ലാം ചെയ്യുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വണ്ടി അത് വേണ്ട തരത്തിലുള്ള ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ്സിന് അത് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. S ക്ലാസ്സിന് അതുണ്ട്, പെഡസ്ട്രിയൻ സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടാണ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ടെക്നോളജി ആയിരിക്കുമല്ലോ അവർ ഉപയോഗിക്കുന്നത്, അതിൻ്റെതായിരിക്കണം. കാരണം ഞങ്ങളിപ്പം എറണാകുളം സിറ്റിക്കകത്ത് തന്നെ 2-3 പ്രാവശ്യം അത് എക്സ്പീരിയൻസ് ചെയ്യും. അതെ, പെട്ടെന്ന് ബൈക്കൊക്കെ സൈഡിൽ നിന്ന് വരുമ്പോൾ തന്നെ വണ്ടി ഈ സൈഡിലേക്ക് തനിയെ മാറുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അത് തന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തൂടെ വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ വണ്ടി ഉണ്ടായിരുന്നു. ഈ സൈഡിൽ കൂടെ മറ്റൊരു വണ്ടി കയറി വന്നപ്പോഴത്തേക്കും അത് അവിടെ മിററിനകത്ത് അത് ഇൻഡിക്കേഷൻ വന്നു, ബ്ലാക്ക് സ്പോട്ടിൽ എന്തോ വന്നിട്ടുണ്ടെന്നുള്ള, ബ്ലൈൻഡ് സ്പോട്ടിൽ എന്തോ വന്നെന്നുള്ള ഇൻഡിക്കേഷൻ വന്നു. പക്ഷേ ഈ സൈഡിൽ വണ്ടി ഉണ്ടായിരുന്നതാണെന്ന് തോന്നുന്നു, അത് പെട്ടെന്ന് അങ്ങോട്ട് മാറിയില്ല. ആ വണ്ടി പോയതിന് ശേഷമായിരുന്നു ഇത് സൈഡിലേക്ക് എടുത്തത്. അതപ്പോൾ എനിക്കൊന്ന് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ, കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതിപ്പം ഈ കാർ എടുത്തിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ. ഇനി ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് നമ്മളൊന്ന് പഠിച്ച് വരാൻ കുറേ സമയം എടുക്കും. അതെ, പിന്നെ സൈഡിൽ സെൻസേഴ്സ് വരുന്നുണ്ടല്ലോ, മറ്റേ ഫ്രണ്ടിലും ബാക്കിലും മാത്രമല്ല. കാർ എടുത്ത ദിവസം അവരുടെ സർവീസ് സെന്ററിൽ നിന്നുള്ളൊരു ട്രെയിനിങ് അവർ തന്നിരുന്നു. പക്ഷെ അതിൻ്റെ പകുതിയിലേറെ കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ മറന്നുപോയി. കാരണം അത്രമാത്രം കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് യൂസ് ചെയ്താകുമ്പോഴേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരിക്കലും നമ്മളുടെ റോഡിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. എങ്കിലും ഈ ഡോറൊക്കെ അടയ്ക്കുന്നത് ഇപ്പം സിംഗിൾ സ്വിച്ച് യൂസ് ചെയ്ത് 4 ഡോറും തുറക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അത് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്താലോ? യെസ്, ആ സൈഡിലെ ഒരു സ്വിച്ചാണ്. ഷോറൂമിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം യൂസ്ഫുൾ ആയിട്ടുള്ള, ഇപ്പം ഇതൊരു കൗതുകമല്ലേ. ഇപ്പം ഡോറിന്റെ ആ ഒരു മെക്കാനിസം പുതുമയാണ്. ഇതുവരെയുള്ള വണ്ടി ഉപയോഗിച്ചതിലൊരു പുതുമ തരുന്ന കാര്യമാണ്. ഡിസ്പ്ലേ, വലിയൊരു TV സ്ക്രീൻ വരുന്നത്, അതൊരു പുതുമയാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ ഇപ്പം വണ്ടി കുറച്ചാൾ ഉപയോഗിക്കും തോറും പുതിയത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച്. ബാക്കിൽ വലിയ TV ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, അത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലുള്ള ആ ഒരു വിൻഷീൽഡ് സ്ക്രീനുണ്ട്, അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ്ഡ് ആവും. ഇനി ഇൻ കേസ് നമ്മൾ മാനുവലി അത് ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ TV സ്ക്രീൻ ഓഫ് ആവും.
എന്നിട്ട് ടി വി സ്ക്രീനിൽ എഴുതി വരുന്നത് പുറകിൽ നിന്ന് വണ്ടി വരുന്ന വണ്ടിക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ടി വി സ്ക്രീനിൽ ഡിസ്പ്ലേ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്കാർക്ക് നമ്മളുടെ വണ്ടിക്കുള്ളിൽ ഇത് കർട്ടൻ താന്ന് നിൽക്കുവാണെങ്കിൽ അകത്ത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും മൂവിയൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്കാർ അത് ശ്രദ്ധിച്ചു വരും. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അവർ ആ ബ്രേക്ക് ചെയ്യുന്നുള്ള ടൈം ചിലപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്ര വരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നുള്ളതാണ്. അത്ര ഇന്റലിജന്റ് ആയിട്ടാണ് അവർ സെറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ സ്ക്രീൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇത് പ്ലേ ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്കാർക്ക് അത് കാണാൻ പറ്റും. അതെ, അപ്പോൾ സ്ക്രീൻ ഓട്ടോമാറ്റിക്കലി അപ്പോൾ അടയും. നമ്മൾ പക്ഷെ തുറന്നാൽ ഉടനെ തന്നെ ടി വി സ്ക്രീൻ ഓഫ് ആകും. ഓക്കെ, അപ്പം ഡ്രൈവിംഗ് ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് കിട്ടാൻ മാത്രം അല്ല ഇത് ഫുൾ അടയുന്നത്, ഇതുകൂടാണ് മെയിൻ ഇത്. അപ്പം ഈ വിഷ്വൽ എക്സ്പീരിയൻസിന്റെ കാര്യം പറയുമ്പോൾ സൗണ്ട് ക്വാളിറ്റി, സൗണ്ട് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്? അവർ പറഞ്ഞ എനിക്ക് വന്ന് 18 സ്പീക്കറോ മറ്റോ ആണ്. എക്സലന്റ് സൗണ്ട് ക്വാളിറ്റി ആണ് ഇതിനുള്ളത്. ഓക്കെ, അതെ, അതിൽ ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതെ. ഓക്കെ, ഞാൻ നോക്കായിരുന്നു ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ, കാരണം എത്ര നോക്കിയിട്ടും തീരുന്നില്ല. ഇപ്പോൾ ഒരു എ സിയുടെ സെറ്റിങ്ങിൽ തന്നെ 100,000 കാര്യങ്ങളാണ് അവർ കൊടുത്തിരിക്കുന്നത്. കാരണം വെന്റിലേഷൻ, സീറ്റ് വെന്റിലേഷൻ്റെ കാര്യങ്ങൾ, എ സിയുടെ കാര്യങ്ങൾ, കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം ഇത് പഠിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അവരെത്ര ക്ലാസ് മീൻസ് അവരെത്ര പറഞ്ഞു തന്നാലും നമ്മൾ യൂസ് ചെയ്ത് കുറേ സമയം എടുത്ത് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ കളർ കസ്റ്റമൈസേഷൻ എല്ലാം ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പം ഗ്രീൻ ആണ് ഇട്ടിരിക്കുന്നത്, RGB പല കളേഴ്സിലേക്ക് ആംബിയന്റ് ലൈറ്റ്സ് നമുക്ക് എല്ലാം മാറ്റാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്രീൻ ആണ് ഇഷ്ടം, അതുകൊണ്ട് അത് വെച്ചിരിക്കുന്നു. പിന്നീട് ഉള്ള നോർമൽ വയർലെസ് ചാർജിങ് അല്ലെങ്കിൽ ബാക്കി കൂൾഡ് ഗ്ലോ ബോക്സുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതൊന്നും ഈ ഒരു വാഹനത്തിൽ ചർച്ചാ വിഷയമേ അല്ല അല്ലേ? ഓക്കെ, പിന്നെന്താണ് ഇതിൽ ഏറ്റവും അട്രാക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? പിന്നെ എനിക്ക് തോന്നുന്നു ഈ ബാക്കിലെ ടി വി സ്ക്രീൻ ആണെന്ന് തോന്നുന്നു. കാരണം മറ്റൊരു വണ്ടികൾക്ക്, ഈവൻ റോൾസ് റോയ്സിന് പോലും അങ്ങനത്തെ ഇത്രയും വലിയൊരു ടി വി സ്ക്രീൻ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ എങ്ങനെ അവർ ഇത്രയും വലിയൊരു സ്ക്രീൻ കൊടുത്തു അല്ലേ? ചെറിയൊരു 10 ഇഞ്ചോ അല്ലെങ്കിൽ 12 ഇഞ്ചൊക്കെ ആണെങ്കിൽ ഓക്കെ. അത് നമ്മുടെ സ്മാർട്ട് ടി വികളിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും അതിനകത്തുണ്ട്, ഇൻക്ലൂഡിങ് ഫയർ സ്റ്റിക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാം. ബാക്കി ഇപ്പം വീഡിയോസ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഗെയിംസ് ആണെങ്കിലും അങ്ങനെയുള്ള സകല കാര്യങ്ങളും അതിനകത്ത് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ റിയർ സീറ്റ്, ബെഞ്ച് സീറ്റ് ആണ് വന്നിരിക്കുന്നത്. റിക്ലൈനിങ് സീറ്റ്സ് ആണ്, അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതെ. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉള്ള ഒരു അടിപൊളി BMW ആണ് i7 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു പുതിയ വണ്ടി എടുത്തിട്ട് വരുന്ന ആളോട് അപ്ഗ്രേഡ് നമ്മൾ ചോദിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഞാൻ ഒഴിവാക്കുന്നു. അല്ലായിരുന്നെങ്കിൽ അത് ചോദിക്കായിരുന്നു. അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ അന്ന് റോൾസ് റോയ്സിലോട്ടൊക്കെ ആഗ്രഹമുള്ള കാര്യം അന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷേ അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പം പുതിയത് പിന്നീടാണല്ലോ ലോഞ്ച് ചെയ്യുന്നത് ഇതൊക്കെ. അതെ, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള കാറുകൾ എടുത്തു കഴിഞ്ഞാൽ ലോക്കലി അവൈലബിൾ ആണോ സർവീസ് എന്നുള്ളൊരു പോയിന്റാണ്. കാരണം ഇപ്പോൾ റോൾസ് റോയ്സ് എടുത്താണെങ്കിലും നമുക്ക് സർവീസിനായിട്ട് വളരെ ദൂരെ കൊണ്ടുപോകേണ്ടി വരിക എന്നുള്ളൊരു ബുദ്ധിമുട്ട്, ബാംഗ്ലൂർ പോകണം. ഇതാകുമ്പോൾ BMW ഇവിടെ ലോക്കലി അവൈലബിൾ ആണ് സർവീസ്. ഇപ്പം ട്രിവാൻഡ്രത്ത് പോയാലും കാലിക്കറ്റ് പോയാലും ഇവിടെ എല്ലായിടവും തന്നെ ഇവരുടെ സർവീസ് പോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ഹെഡേക്ക് ആ കാര്യത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള വണ്ടികൾ എടുക്കാനായിട്ടുള്ള നമുക്ക് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്ക് BMW i7 പറ്റി നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. ലൈറ്റ് കുറച്ച് പോയി, കാരണം നമ്മൾ കുറേ ടൈം എടുത്തു 2 വണ്ടിയുടെ നമ്മൾ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കുക ദയവ് ചെയ്ത്. കാരണം നമ്മൾ അത്രയും ഷൂട്ട് ചെയ്തത് കൊണ്ട് പെട്ടെന്നാണ് സൺസെറ്റൊക്കെ ആയത്. എങ്കിലും നിങ്ങൾക്ക് വീഡിയോയിലെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വണ്ടിയെപ്പറ്റി അറിയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഒരിക്കലും ചെയ്തിട്ടില്ല, അത് ഞാൻ പറയുന്നില്ല. കുറേ കാര്യങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിലും അല്ലേ. അങ്ങനെ ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ വന്നതുകൊണ്ട് നമ്മൾ വീണ്ടും BMW i7 ഷൂട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു. സെക്കൻഡ് ഡേ അല്ലേ? സാർ, ഇപ്പം നമ്മൾ വണ്ടിയുടെ കാര്യങ്ങൾ സംസാരിച്ചപ്പം ബിസിനസ് ഓണേഴ്സിനൊക്കെ ഇലക്ട്രിക് കാർസ് എടുക്കുന്നതിനെ ഗവൺമെൻറ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു പ്രീമിയം ലക്ഷറി കാർസ് ഒക്കെ എടുക്കുമ്പോൾ ഇലക്ട്രിക് കാർസിലോട്ട് എന്തുകൊണ്ട് അവർ നോക്കണം എന്നുള്ളത്? ഓക്കെ, ഇപ്പം സാധാരണ രീതിയിൽ നമുക്ക് ഈ കമ്പനിയുടെ പേരിൽ വണ്ടികൾ മേടിക്കുമ്പോൾ ഇപ്പോൾ തൊട്ട് മുമ്പ് ഞങ്ങൾ Q7 മേടിച്ചു. അത് പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ അതിന് നമ്മൾക്ക് കിട്ടുന്നത് ഈ വർഷത്തെ ഇൻകം ടാക്സിൻ്റെ ഡിപ്രീസിയേഷനിൽ 15% ആണ്. വേറെ ഇലക്ട്രിക് വണ്ടികൾ എടുക്കുമ്പോഴത്തേക്ക് 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, ഇതിൻ്റെ റോഡ് ടാക്സ് എന്ന് പറയുന്നത് 5% ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റിൻ്റെ 80% ആണ് നമുക്ക് ഇൻകം ടാക്സിൻ്റെ ഡിപ്രീസിയേഷൻ കിട്ടുന്നത്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് 2.5 കോടി രൂപയുടെ വണ്ടിക്ക് ഏതാണ്ട് ഒരു 95 ലക്ഷത്തോളം രൂപ
നമുക്ക് ഇൻകം ടാക്സിന്റെ തന്നെ ടാക്സിന്റെ അത് 5 വർഷത്തേക്ക് ഉപയോഗിക്കാം. അപ്പോൾ എവറി ഇയർ നമ്മൾ ഈ ഡിപ്രീസിയേഷൻ ഈ 80% വെച്ചിട്ട് വണ്ടിയുടെ പ്രൈസിൽ നമുക്ക് ഇൻകം ടാക്സിന്റെ ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്ലസ് പോയിന്റ് ആണ് അത് കിട്ടുന്നത്. അത് എനിക്ക് തോന്നുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പുതിയ സ്കീമാണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് പരമാവധി പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമുക്ക് വളരെയധികം ബെനിഫിഷ്യലാണ് ഇങ്ങനെയുള്ള വണ്ടികൾ മേടിക്കുമ്പോഴേക്കും. ഓക്കെ. ഇപ്പം ഇടയ്ക്ക് ചാർജ് ചെയ്യാൻ കൊണ്ടുപോകണ്ട, ഇപ്പം അന്ന് നമ്മൾ സംസാരിച്ചിരുന്നപ്പോൾ വീട്ടിലും ഓഫീസിലും ഒന്നും ചാർജിങ് പവർ അഡാപ്റ്റേഴ്സ് മീൻസ് പവർ യൂണിറ്റ് വെക്കാൻ പറ്റിയിട്ടില്ല, ചാർജിങ് യൂണിറ്റ്. അതിപ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ സാങ്ഷനൊക്കെ കിട്ടും. KSEBിൽ നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു യൂണിറ്റ് വീട്ടിലും ഒരു യൂണിറ്റ് ഓഫീസിലും. അപ്പം സാധാരണ രീതിയിൽ നമ്മൾ ഈ വണ്ടി വൈകുന്നേരം വീട്ടിലെത്തിച്ചു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് ഫുൾ ചാർജിലേക്ക് ആയിക്കോളും. രാത്രി അത് കണക്ട് ചെയ്തിട്ടാൽ മതി. ഓഫീസിൽ വരുമ്പോഴും ഓഫീസിൽ നിന്ന് നമുക്ക് ഇതുപോലെ തന്നെ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം പോകുന്ന സമയമാകുമ്പോഴത്തേക്കും രാവിലെ ആലപ്പുഴയിൽ നിന്നാണല്ലോ ഞാൻ വരുന്നത് എല്ലാ ദിവസവും. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ വന്ന ആ സമയത്ത് ഉപയോഗിച്ച അത്രയും കിലോമീറ്റേഴ്സ് പകൽ സമയത്ത് ഇവിടെ കിടക്കുന്നത് വെറുതെ കിടക്കുമല്ലേ വണ്ടി, ആ സമയത്ത് വെറുതെ കണക്ട് ചെയ്തിട്ടാൽ മാത്രം മതിയല്ലോ. ഇന്നിപ്പം ചാർജ് ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പം ഫാസ്റ്റ് ചാർജിങ് ഇടയ്ക്ക് ചെയ്യാറുണ്ടോ? ഇപ്പം നമ്മൾ BMW ഷോറൂമിൽ നിന്നാണ് ചെയ്തത്. അവർക്ക് അവിടെ ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ വീട്ടിലെയും ഓഫീസിലെയും ഈ ചാർജിങ് യൂണിറ്റിന്റെ കണക്ഷനൊക്കെ ആയി വരുന്നിടം വരെ മാത്രം ടെമ്പറലി അവിടെ കൊണ്ടുപോയി ചാർജ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഇനി കേട്ടിട്ടുണ്ട് ഇപ്പം കൂടുതൽ ഇടയ്ക്കൊരു ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്നത് നല്ലതാണ്, അതുപോലെ എപ്പോഴും ഫാസ്റ്റ് ചാർജിങ് മാത്രം ചെയ്യാതെ ഇടയ്ക്ക് സ്ലോ ചാർജിങ് ചെയ്യുന്നത് നല്ലതാണെന്നങ്ങ് നോർമൽ EV കാസിൽ നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ ഇതിൽ അങ്ങനെ എന്തെങ്കിലും അവർ അഡ്വൈസ് തന്നിട്ടുണ്ടായിരുന്നോ? അവർ പറയുന്നത് എപ്പോഴും നമ്മളുടെ വീട്ടിലെ ചാർജിൽ തന്നെ ചെയ്യുക. പിന്നെ ഇടയ്ക്ക് നമുക്ക് അത്യാവശ്യമൊക്കെ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ഫുൾ ചാർജിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഫുൾ ചാർജ് വരില്ല, എനിക്ക് തോന്നുന്നു 95% 95% അരമണിക്കൂർ കൊണ്ട് 95 എത്തും അല്ലേ? അത്രയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ചാർജ് ചെയ്യുന്നുണ്ട്. വേറെ പിന്നെ ഈ പറഞ്ഞ ഹെവി വോൾട്ടേജ് വരുന്ന ചാർജറിൽ വെക്കുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് അത് ബാറ്ററിക്ക് ചിലപ്പോൾ, പക്ഷേ BMW എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇന്റർനാഷണലി ഇത്രയും വലിയ റിസർച്ച് ഒക്കെ നടത്തിയിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ബാറ്ററീസ് ഒക്കെ അല്ലേ. അപ്പോൾ അതിനൊക്കെ അങ്ങനത്തെ ഇഷ്യൂസ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരും അങ്ങനെയൊന്നും പറയുന്നതായിട്ട് കേട്ടില്ല. അപ്പം BMW ഷോറൂമിൽ ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നതിന് എത്ര കോസ്റ്റാണ് ഒരു ഫുൾ ചാർജിങ്ങിന് ആവാറുള്ളത്? അവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം 95% ചാർജ് ചെയ്യാനായിട്ട് വന്ന കോസ്റ്റ് അറൗണ്ട് 1500 രൂപ ആയുള്ളൂ. അപ്പോൾ അതിനകത്തുനിന്ന് ഏതാണ്ട് ഒരു 500 കിലോമീറ്റേഴ്സ് ഓടാനായിട്ടുള്ള അത്രയും സമയത്ത് ചാർജിങ് കൊണ്ട് വന്നത്. ഓക്കെ. അപ്പം അത്രയും റേഞ്ചിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം ചില വീഡിയോസിൽ ഞാൻ കണ്ടിരുന്നു 450-500 കിലോമീറ്റേഴ്സൊക്കെ റേഞ്ച് കിട്ടുള്ളായിരിക്കുമെന്ന്. പക്ഷേ റിയൽ ലൈഫിൽ ഇദ്ദേഹത്തിന് കിട്ടുന്നത് 600 കിലോമീറ്റേഴ്സ് കിട്ടുന്നുണ്ട്. 600-620 അടുത്ത് വരുന്നുണ്ട്. കാരണം ചാർജ് വരുമ്പോഴേക്കും ഓക്കെ വീക്ക്ലി 2 ടൈംസ് അല്ലെ 2 or 3 ടൈംസ് അതെ ചാർജിങ് ചെയ്യുന്നു. മതി 3 ദിവസം കൂടുമ്പോഴേ ചാർജ് ചെയ്യാറുള്ളൂ വരുന്നുള്ളൂ. ഓക്കെ. പിന്നെ വാറണ്ടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. എത്ര ഇയേഴ്സ് ആണ് അവർ ബാറ്ററി വാറണ്ടി അല്ലെങ്കിൽ വണ്ടിക്ക് വാറണ്ടി അവർ പറയുന്നത്? ഇപ്പം ബാറ്ററിയുടെ എനിക്ക് തോന്നുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് 8 വർഷത്തേക്ക് മറ്റുമാണ് പറഞ്ഞിരിക്കുന്നത്. അതർവൈസ് കിലോമീറ്റേഴ്സ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 2 ലക്ഷം കിലോമീറ്റർ അങ്ങനെ മറ്റുമാണ്. ഓക്കെ. അപ്പം ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ്. എനിക്കുള്ളതുപോലെ നിങ്ങൾക്ക് പലർക്കും കാണും, ഇതൊക്കെ അറിയണം. ഇതുപോലൊരു പ്രീമിയം ബ്രാൻഡ് ലക്ഷറി ബ്രാൻഡ്സിലൊക്കെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളിലൊക്കെ എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അതൊക്കെ ഒന്ന് അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ഫുൾ ടൈം സർവൈലൻസ് റെക്കോർഡിംഗ് ഉണ്ട് ഇതിൽ. 24 hours മൊബൈലിൽ നോക്കിയാൽ 360 ഡിഗ്രി ക്യാമറ ഫുൾ ടൈം ഇതിൽ വർക്കിംഗ് ആയിരിക്കും. ചുറ്റിനും എന്ത് നടക്കുന്നു ഫോൺ നോക്കിയാൽ മാത്രം മതിയാവും. അതെ, ഫോണിലത് അവർ അതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിലും തൊട്ടടുത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് റെക്കോർഡിങ് തുടങ്ങും. മൂവ്മെന്റിന്റെ സെൻസർ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവർ ഉപയോഗിച്ചത്. അതാണ് ഈ ആള് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സൗണ്ട് കേൾക്കുന്നത്. ഇവിടെ റെക്കോർഡിങ് വരുന്നുണ്ട്. അതെ, നമ്മളിപ്പോൾ സാറിന്റെ ഓഫീസിലാണ് നിൽക്കുന്നത്, ഫെയർ ഫ്യൂച്ചറിന്റെ ഫ്രണ്ടിലാണ്. അപ്പം അതിന്റെ ഫ്രണ്ടിൽ കൂടെ ആള് പോകുമ്പോഴാണ് കണ്ടോ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. റെക്കോർഡിങ്ങിന്റെ അത് വർക്ക് ചെയ്യുന്നതിന്റെ ഇൻഡിക്കേഷൻ ആണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ രാത്രിയിലാണെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ അതിന്റെ വിഷ്വൽസ് നോക്കുമ്പോഴത്തേക്കും എക്സ്ട്രാ ഓർഡിനറി ക്ലാരിറ്റിയാണ് അതിന്റെ ഒരു എന്താ പറയുക 4K കാണുന്ന പോലെ ഉള്ള അത്രയും എക്സലന്റ് ക്ലാരിറ്റി. പിന്നെ ഇപ്പൊ നമുക്ക് US ഇരുന്നാൽ പോലും നമ്മളുടെ വണ്ടി ഇവിടെ കൊച്ചിയിൽ ഓഫീസിൽ കിടക്കുന്ന അവിടെ ഇരുന്ന് എനിക്ക് കാണാൻ പറ്റും, ചുറ്റിന് എന്ത് നടക്കുന്നുള്ള കാണാൻ പറ്റും. അതെ അത് ലാസ്റ്റ് നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ടപ്പോൾ നമ്മൾ കണ്ടിരുന്നു. റിവേഴ്സ് മോഡ് ഇട്ടപ്പോൾ
ഡിസ്പ്ലേ ക്വാളിറ്റി നമ്മൾ കാണിച്ചിരുന്നു, ക്യാമറയുടെ ക്വാളിറ്റി 4K ക്വാളിറ്റിയാണ് അതിലെ ക്യാമറാസ് എല്ലാം വന്നിരിക്കുന്നത്. അതെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മകൻ്റെ Q7 അവരൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രണ്ടിലെ ഫെൻഡർ ഒരു എന്തോ ഒരു ഷാർപ്പ് എഡ്ജ് വെച്ചിട്ട് കംപ്ലീറ്റ് പോറിച്ചിട്ട് പോയി. അപ്പോൾ നമ്മൾ പിന്നെ തൊട്ടടുത്തുള്ള മറ്റ് ക്യാമറകളൊക്കെ അന്വേഷിച്ചിട്ട് നോക്കി അതിൻ്റെ വിഷ്വൽസ് ഒക്കെ എടുത്ത് വേണം ആ ഫുട്ടേജ് കിട്ടിയാലേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് ആരും അതിൽ 360 ഡിഗ്രിയും കവേർഡ് ആയതുകൊണ്ട് നമുക്ക് എവിടെയും വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകാം, ധൈര്യമായിട്ട് പോകാം. ആരെങ്കിലും ടെൻഷൻ വേണ്ട. അതെ അതെ. അത് ഞാൻ Q7 നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, ചുമ്മാ സ്ക്രാച്ച് ചെയ്ത് ഫെൻഡറിന്റെ അവിടെ സ്ക്രാച്ച് ചെയ്തിട്ട് വന്നു. ഓരോരുത്തരുടെ മെന്റാലിറ്റി അല്ലേ. അതെ, നല്ല വണ്ടികൾ കാണുമ്പോൾ ചിലർക്കുണ്ടാകുന്ന എന്തോ ഒരു മാനസിക വൈകൃതമായിരിക്കും അത്. അതെ. ഓക്കെ, പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി നമ്മൾ മെയിൻ റോഡ്സിൽ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ സാറ് പോകുന്ന റൂട്ട് ആലപ്പുഴ റൂട്ട് ആയതുകൊണ്ട് റോഡ് പണി നടക്കുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ ഇപ്പം ഇതൊരു പ്യുവർ ലക്ഷറി കാർ ആയ സ്ഥിതിക്ക് ലോവേർഡ് ആയിരിക്കുമല്ലോ. അതെ. അപ്പം ലോവേർഡ് ആയ സ്ഥിതിക്ക് അടി തട്ടുന്നതൊക്കെ പേടിക്കേണ്ടി വരാറുണ്ടോ, അതോ അനായാസം പോകാൻ പറ്റാറുണ്ടോ ഇതുകൊണ്ട്? ഇത് ശരിക്കും പറഞ്ഞാൽ ആവശ്യത്തിന് റോഡ് ക്ലിയറൻസ് ഇപ്പം തന്നെ ഉണ്ട് എങ്കിലും പിന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെൻസേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പിന്നെ വണ്ടി നമ്മൾ ഉപയോഗിച്ച് വരുന്നല്ലേ ഉള്ളൂ. നമുക്ക് കുറച്ച് ദിവസം കൂടി എടുക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരാനായിട്ട്. ഇപ്പോൾ സുരേഷ് വണ്ടി ഓടിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ ഹമ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ സുരേഷിനെ തൊട്ടടുത്ത് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കാണാൻ വെച്ചാൽ എസ് ക്ലാസിൻ്റെ പോലെ അല്ല. എസ് ക്ലാസ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആ മെനു സെലക്ട് ചെയ്ത് കൊണ്ടുവരണം. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ജസ്റ്റ് ഒരു ബട്ടൺ, ആ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി ലിഫ്റ്റ് ആവും. എയർ സസ്പെൻഷൻ്റെ ആ ഒരു ഇതിൽ കൂടെ അങ്ങനെ കയറി വരും. അത് നമുക്ക് വളരെ ക്യുക്കാണ് ഇതെല്ലാം. എസ് ക്ലാസിന്റെ മോശം എന്നല്ല, എസ് ക്ലാസിന്റെ ഇപ്പോഴത്തെ എസ് ക്ലാസിന്റെ സ്വിച്ച് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് അതിലും എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് അവർ പറഞ്ഞു, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി അത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തനിയെ ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയപ്പോഴത്തേക്കും അവിടെ ആ റോഡിലേക്ക് ഫ്രണ്ടിലേക്ക് കുറച്ച് കുത്തനെയുള്ളൊരു കയറ്റമായിരുന്നു. ആ സമയത്ത് വണ്ടിയുടെ ഫ്രണ്ട് തനിയെ അത് പൊങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്നത് ഇതിൻ്റെ സെൻസേഴ്സ് എന്തോ വർക്ക് ചെയ്തിട്ട് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് ഒരു ദിവസം തികയാതെ വരും ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ തന്നെ. ഇത് പഠിച്ചു വേണം തന്നെ എങ്ങനെ പോലും ഒരു 6 മാസം എടുക്കും. അതെ അതെ. ഓക്കെ, അപ്പം ഇത് കയ്യിലായ പിന്നെ എസ് ക്ലാസ് ഒക്കെ സ്ഥിരം എടുക്കാറില്ലായിരിക്കുമല്ലോ. ഇപ്പം ശരിക്കും ദിവസവും ഇതിൽ തന്നെയാണ്. ഒരു XJ ഫ്രണ്ടിൽ കിടപ്പുണ്ട്, അത് പക്ഷേ ഓഫീസിൽ കിടക്കുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ടോ അതിപ്പോൾ? അല്ല, ഇന്ന് ഞങ്ങൾ XJയിലാണ് വന്നത്. ഇന്ന് XJയിലാണ് വന്നത്. ഓക്കെ ഓക്കെ. നമ്മൾ XJ കാണിച്ചിട്ടുണ്ട് നമ്മുടെ മറ്റേ വീഡിയോയിൽ. വൺ ഓഫ് ദി റയറസ്റ്റ് കാർസ് ആണ് XJ എന്ന് പറയുന്നത്. അധികം ജാക്വേഴ്സിൽ അധികം കാണാത്തൊരു വണ്ടിയാണ് XJ. ഓക്കെ ഓക്കെ. അപ്പം അതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂവും വണ്ടിയുടെ റിവ്യൂ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റീൽസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു വെരി മച്ച്. നല്ല വീണ്ടും നമുക്ക് യുവർ ടൈം ടു നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് വീഡിയോ ഷെയർ ചെയ്തു. നല്ല വാഹനങ്ങളെ ആളുകൾക്ക് പരിചയപ്പെടുത്താനായിട്ട് സാധിച്ചു. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. വ്യൂവേഴ്സിനും തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. കാരണം ലക്ഷറി കാർസിനെ അതിൻ്റെ ഓണർ എങ്ങനെയായിരിക്കും, അതിൻ്റെ അവരുടെ എക്സ്പീരിയൻസ് അതിന് വളരെ ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള സ്പെഷ്യൽ കാർസ് അധികം കാണാത്ത, ഇത് വൺ ഓഫ് ദ ഫസ്റ്റ് കാർ ഇൻ കേരള ആണ്. i7 വേറെ ഇല്ല. i7 വേറെ 1-2 ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഡ്യുവൽ ടോൺ ഇങ്ങനെ ഈ ട്രാൻസ്നൈറ്റ് ബ്ലൂവും മുകളിൽ ഈ ഓക്സൈഡ് ഗ്രേ ആയിട്ട്, ഇത് പിന്നെ വേറൊരു എന്ന് വെച്ചാൽ ഇത് ഫുൾ അങ്ങനെ ജർമ്മനിയിൽ നിന്ന് തന്നെ CBU ആയിട്ട് വന്നതാണ്. ബോംബെയിലാണ് വന്നത്. മുംബൈയിൽ വന്നിട്ട് അവിടുന്ന് കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കുകയായിരുന്നു. അപ്പം വെഹിക്കിൾ പ്രൈസ് എത്ര, എക്സ് ഷോറൂം പ്രൈസ് എത്രയാണെന്ന് അറിയോ? എക്സ് ഷോറൂം വന്നിരിക്കുന്നത് 2 കോടിയാണ്. ബാക്കി പിന്നെ ബാക്കി ടാക്സ് 5% ടാക്സും ഇൻഷുറൻസും പാക്കേജ് എടുത്തിട്ടില്ല. പാക്കേജ് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. പാക്കേജ് എടുക്കുന്നതിന് മുമ്പാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഇപ്പം വന്നിരിക്കുന്നത്. അതെ, ഏകദേശം ഒരു 4-5 CR കൊടുത്ത് റോൾസ് റോയ്സ് എടുക്കുന്ന അതേ മിക്കവാറും റോൾസ് റോയ്സിന്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. ഇപ്പം എല്ലാം ഉണ്ട്, മിക്കവാറും എല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പം അതൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുണ്ടായത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.